തെറ്റുകൾ പരമാവധി ഒഴിവാക്കി രാജ്യത്തിന് വേണ്ടി ഒട്ടേറെ ശരികൾ ചിന്തിച്ച് നടപ്പിൽ വരുത്തിയ ടെങ് സിയാവോപിങ്. ഈ പേര് നമുക്കും ഓർമ്മയിൽ വയ്ക്കാം. 1904 ഓഗസ്റ്റ് 22 ചൈനയിലെ സിച്ചുവാനിൽ ഒരു ധനിക കർഷക കുടുംബത്തിൽ ജനിച്ച സിയാവോപിങ് ഉപരിപഠനമൊക്കെ നടത്തുന്നത് ഫ്രാൻസിലാണ്. അവിടെ വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി വിപ്ലവ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി. മാവോയുടെ പ്രസിദ്ധമായ ലോങ് മാർച്ചിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. പിന്നീട് ചൈനയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് ആഗോളതലത്തിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ചൈനയെ സൃഷ്ടിച്ചുകൊണ്ട് ടെങ് സിയാവോപിങ് 1997 തൻ്റെ 92ാമത്തെ വയസ്സിൽ അന്തരിച്ചു. സിയാവോപിങ്ങിന്റെ കാലശേഷം വന്നവരൊക്കെ അദ്ദേഹത്തിന്റെ നയങ്ങളെ പരിഷ്കരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ചില അനായാസകരമായ നടപടികൾ പിന്തുടർന്നാൽ മാത്രം മതിയായിരുന്നു. പിന്നീട് ജിയാങ് സെമിന്റെ കാലത്താണ് 2001 ചൈന ലോക വ്യാപാര സംഘടനയായ WTOയിൽ അംഗമാവുന്നത്. ഹുജിൻഡാവോ 2002 മുതൽ 2012 വരെ ചൈനയുടെ നേതാവായിരുന്നു. അദ്ദേഹം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാക്കുവാനായി ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടു. ഈ കാലത്താണ് ചൈന ആഗോള നിലവാരത്തിൽ ഒരു സാമ്പത്തിക ശക്തിയായി മാറുവാനായിട്ട് ആരംഭിക്കുന്നത്. 2012 മുതൽ ഇന്നോളം ചൈനയുടെ നേതാവായി തുടരുന്ന ഷി ജിൻപിങ്ങിനെയും നമുക്കറിയാം. അഴിമതി സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഷി ജിൻപിങ്ങിന്റെ യഥാർത്ഥ ലക്ഷ്യം. രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നതാണ് ആ പദ്ധതി. 2018 ചൈനയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തിയ അദ്ദേഹത്തിന്റെ നടപടി ഏകാധിപത്യപരമായി ആ ഭരണം തുടരുവാൻ തന്നെ അനുമതി നൽകുന്നതാണ്.